സംസ്ഥാനത്തെ ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടക്കാനിരിക്കുന്ന മണ്ഡലമാണ് വടകര ലോക്സഭാ മണ്ഡലം. ഇടതിനും വലതിനുമേറെ നിർണായകമായ വടകര മണ്ഡലത്തിൽ വികസനമാണ് ഇരു മുന്നണികളുടെയും പ്രചാരണായുധം. വികസന തുടർച്ചയ്ക്ക് വോട്ടെന്ന മുദ്രാവാക്യവുമായി UDF സജീവമാകുന്നതിന് മുന്നേ തന്നെ മണ്ഡലത്തിലെ വികസന മുരടിപ്പ് ചർച്ചയാക്കി ഇടതുമുന്നണി രംഗത്തെത്തി. 2009 വടകരയിൽ അട്ടിമറി വിജയം നേടിയ മുല്ലപ്പള്ളി രാമചന്ദ്രൻ 2014 മണ്ഡലം പിടിച്ചെടുത്തത് വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ചയ്ക്ക് വോട്ടെന്ന മുദ്രാവാക്യമുയർത്തിയാണ്. ഷംസീറിനെ പരാജയപ്പെടുത്തി മുല്ലപ്പള്ളി മണ്ഡലം നിലനിർത്തിയെങ്കിലും ഭൂരിപക്ഷം നന്നേ കുറഞ്ഞു. നാദാപുരത്തെ BSF കേന്ദ്രം അടക്കമുള്ള വികസന സംരംഭങ്ങളാണ് മുല്ലപ്പള്ളിയിലൂടെ കോൺഗ്രസ് ഉയർത്തിക്കാട്ടുന്നത്. സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചില്ലെങ്കിലും 10 വർഷക്കാലത്തെ വികസന പ്രവർത്തനങ്ങൾ എണ്ണിപ്പറഞ്ഞുള്ള UDFന്റെ പ്രചരണത്തിന് മണ്ഡലത്തിലെ വികസന മുരടിപ്പാണ് ഇടതുമുന്നണിയുടെ പ്രചരണായുധം. ഇക്കഴിഞ്ഞ 10 വർഷക്കാലം വടകര പാർലമെന്റ് മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്തിട്ട് ഒരു കേന്ദ്ര പദ്ധതിയും അദ്ദേഹത്തിന്റെ മുൻകൈയിൽ ഈ വടകര പാർലമെന്റ് മണ്ഡലത്തിൽ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. പ്രധാനപ്പെട്ട കേന്ദ്ര പദ്ധതി മണ്ഡലത്തിൽ കൊണ്ടുവരാൻ മുല്ലപ്പള്ളി രാമചന്ദ്രന് സാധിച്ചില്ലെന്നും വിഷൻ വടകര പദ്ധതി എങ്ങുമെത്തിയില്ല എന്നും ഇടതുമുന്നണി ആരോപിക്കുന്നു. ഒരു ബൃഹത്തായ പദ്ധതി, എടുത്തു പറയത്തക്ക ഒരു വികസന പദ്ധതി അദ്ദേഹത്തിൻ്റെതായി വന്നിട്ടില്ല. വളരെ കൃത്യമായി പറഞ്ഞാൽ പുറംതിരിഞ്ഞു നിൽക്കുകയാണ്, നിഷേധ നിലപാട് സ്വീകരിക്കുകയാണ് നാടിനോട് ചെയ്തിട്ടുള്ളത്. മൂന്നാം അംഗത്തിന് ഇത്തവണ താനില്ലെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ നേരത്തെ വ്യക്തമാക്കിയതോടെ സ്ഥാനാർത്ഥികൾക്കായുള്ള ചർച്ച UDFൽ സജീവമായി. 24 കോഴിക്കോട്. ഫ്ലവേഴ്സും ഫ്ലവേഴ്സ് ഗ്രൂപ്പിലെ വാർത്താ ചാനൽ 24ഉം ഫ്രീ ടെലിവിഷൻ ചാനലുകളാണ്. ലഭിക്കുന്നില്ല എങ്കിൽ ചോദിച്ചു വാങ്ങുക.